കൊടുത്തും കിഡ്നി വിറ്റാണേലും വണ്ടി എടുക്കും. അങ്ങനെ ഇന്നൊരു വ്യത്യസ്തമായിട്ടൊരു ദിവസമായിരുന്നു. ഷൂട്ടുകളൊന്നും നടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. മഹീന്ദ്രയുടെ BE6 ടെസ്റ്റ് ഡ്രൈവിന് വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. പുള്ളിക്കാരൻ ആശ്രമത്ത് നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവാണ്. എൻ്റെ കൂടെ നമ്മുടെ അമേസിംഗ് ആക്ഷനിലെ ബിനു സെഷൻ ഉണ്ട്. സോ വി ആർ ഓൺ ദ വേ. അങ്ങനെ നമ്മുടെ BE6 ഹാസ് അറൈവ്ഡ്. സോ പോപ്പുലർ മഹീന്ദ്രയാണ് വണ്ടി ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പം നമ്മൾ ഈ BE6 ഓട്ടിച്ചതിൽ എനിക്ക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ചല്ല പറയാനുള്ളത്. ഇതിനകത്ത് ഒരു കിടിലൊരു ഫീച്ചർ ഞാൻ കണ്ടായിരുന്നേ, സെൽഫി. ഓക്കെ, ഇവിടെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം. മനസ്സിലായോ? ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. ഈ ക്യാമറയിൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം, ഫോട്ടോ എടുക്കാം. ഇതാണ് എനിക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ ഈ വണ്ടിയിൽ. സോ അത് കിടിലൊരു ഫീച്ചറാണ്. പല സമയത്ത് ഞങ്ങൾ കാറിൽ ഇരുന്ന് ചർച്ചകൾ നടത്തുമ്പോൾ കിടിലം കാര്യങ്ങൾ വരും. ഉദാഹരണത്തിന് ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ എലോൺ മസ്ക് ഒരു പാർട്ടി രൂപീകരിക്കുകയോ ഇല്ലയോ എന്ന് ഞങ്ങളൊരു ഡിസ്കഷനിൽ ഇരുന്നതിൻ്റെ അടുത്ത ദിവസമാണ് എലോൺ മസ്ക് പാർട്ടിയുടെ കാര്യം പറയുന്നത്. അപ്പം ഇതേപോലുള്ള പല ഡിസ്കഷൻസ് ഞങ്ങൾക്ക് റെക്കോർഡ് ചെയ്തിട്ട് പോകാമെന്നുണ്ടെങ്കിൽ അതൊരു പോഡ്കാസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. നമുക്കൊന്ന് കാലും എടുത്ത് നോക്കാം വണ്ടി. ഓക്കേ, ചെറിയ കുലുക്കൊക്കെ ഉണ്ട്. ഓക്കെ, കൊള്ളാം. പവർ ഉണ്ട്. ഇലക്ട്രിക് വണ്ടി എന്ന് പറയുന്നത് ഇതൊരു അത്യാവശ്യം നല്ലൊരു V8 എഞ്ചിനൊക്കെ വെച്ച് കാലും എടുക്കുന്ന പോലൊരു ഫീൽ ആട്ടോ. ഓക്കെ, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കിടിലൊരു ഫീലാണ്. ഒരു സ്പോർട്സ് കാർ ഓട്ടിക്കുന്ന അതേ സെയിം ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ബ്രേക്കിംഗ് ഒക്കെ ആണെങ്കിലും പക്ക. വൺ ആൻഡ് ഡ്രൈവിന് പറ്റിയത് കംഫർട്ടാണ്. എല്ലാം കൊണ്ട് അടിപൊളി. ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നവര് എന്ത് വില കൊടുത്തും കിഡ്നി വിറ്റാണേലും വണ്ടി എടുക്കും. കിടില എക്സ്പീരിയൻസ്. നമ്മൾ ഹൈവേയിലോട്ട് കയറുവാണ്. ഇവിടുത്തെ ഗവൺമെന്റിന്റെ റൂൾസ് പ്രകാരമുള്ള സ്പീഡിലായിരിക്കും നമ്മൾ ഓട്ടിക്കുന്നതെന്ന് എടുത്തു പറയുന്നു. ഓക്കെ, ടോപ്പ് സ്പീഡ് എത്ര വരെ കയറാം? 70 വരെ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നീണ്ടരയില് നമുക്ക് സൗണ്ട് ഇല്ലാത്തത് കൊണ്ടേ മറ്റേതിന് സൗണ്ട് ഉണ്ട്. അപ്പൊ നമുക്ക് അറിയാം, ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നല്ല സ്പീഡിൽ പോവുകയാണെന്ന്. ഇത് സൗണ്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എത്ര സ്പീഡിൽ പോവുകയാണെന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ആ ഒരു കംഫർട്ടബിളിന്റെ വരുന്നതെന്നാണ് എൻ്റെ ഒരു ജഡ്ജ്മെന്റ്. നോക്കാം നമുക്ക് ഇനി എങ്ങനെയാണെന്നുള്ളത്. ഡ്രൈവറിന് പക്ക കംഫർട്ടാണ്. കോ പാസഞ്ചറിന് എങ്ങനെയുണ്ട്? ബ്രോയ്ക്ക് എങ്ങനെയുണ്ട്? കംഫർട്ടാണ്. 3D മോഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. നമുക്കിതൊന്ന് റേസ് മോഡിൽ ഇടണം. ഓക്കെ, ഞാൻ റേസ് മോഡിൽ ഇട്ടിട്ടുണ്ട്. കാലും എടുത്ത് നോക്കിയാലോ. സൂപ്പർ. എന്റെ പൊന്നെ, വണ്ടി പറന്ന് നിൽക്കുന്നു. സ്പീഡോമീറ്റർ നോക്കിയതാ, ജസ്റ്റ് കാലും എടുത്തതേ ഉള്ളൂ. 80 കയറി പോകും. വിഷയം അത് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു ബ്രോ. അത് ശ്രദ്ധിച്ചോ? ബാക്കി ഇരിക്കുന്നവരുടെ അടപ്പിളക്കി കാണും. നടുവേന എടുക്കോ? പയ്യെ പോണോ? യെസ്, എന്റെ മോനെ. റേസ് മോഡ് ഭയങ്കര പവർഫുൾ ആണ്. കാലും കൊടുത്താൽ വണ്ടി 80-100 കഴിഞ്ഞ് പോകും. അപ്പം നമ്മുടെ ഇതേപോലുള്ള റോഡ്, ഞാനിവിടെ കയറിയ പോലത്തുള്ള റോഡുകളിൽ പറ്റത്തില്ല. നമ്മുടെ പുതിയ 6 വരി പാതയൊക്കെ ഗവൺമെന്റ് പണിയുന്നില്ലേ? അപ്പൊ ഇതൊക്കെ കണ്ടിട്ടായിരിക്കും പണിഞ്ഞു വെച്ചേക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാം. ഇതേപോലുള്ള റോഡുകളിൽ യൂസ് ചെയ്യരുത്. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കാറ് പാർക്ക് ചെയ്യാൻ പോവാണ്. നമുക്ക് നോക്കാം എത്ര നേരം എടുക്കും ബ്രോ. ഇപ്പൊ കഴിയും. സോ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവേ എന്തൊക്കെയാണ് അത് ചെയ്യുന്നതെന്ന്. കൊള്ളാല്ലേ, പരിപാടി കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ അവസാനമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത ഫീച്ചറാണ് ഓട്ടോ ഡ്രൈവ്. ലെയിൻ അസിസ്റ്റന്റ് എന്ന് പറയും. നമ്മുടെ ലൈനുള്ള റോഡുകളിലാണെന്നുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്ത് ആ ലൈൻ കീപ്പ് ചെയ്ത് വണ്ടി പൊക്കോളും. സോ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഗോയിങ് ഓൺ ഇറ്റ് സെൽഫ് എന്ന് വേണേ പറയാം. ഇല്ല, അത് ഞാൻ സ്ലോ ഡൗൺ ചെയ്ത് അതും ചെയ്യുമല്ലേ. അങ്ങനെ നമ്മുടെ
ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ കൊല്ലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ ആശ്രമത്തിൽ നിന്ന് നേരെ നീണ്ടകരയിൽ വന്ന് നീണ്ടകരയിലെ റോഡിലിട്ട് ഓട്ടിച്ചു നോക്കി. കാരണം നീണ്ടകരയിലെ റോഡ് എന്ന് പറയുന്നത് ഒരു 1.5 റോഡാണ്. അവിടെ തന്നെ ഓട്ടിച്ചു നോക്കണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അവിടെ തന്നെ ഓട്ടിച്ചു നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ തിരിച്ച് കൊല്ലം എത്തിയിട്ടുണ്ട്. സോ വണ്ടി ഇതുവരെയുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്കും ഫീൽ ചെയ്ത് കാണും. കാരണം അത്രത്തോളം ഒരു പെർഫോമൻസ് തരുന്നൊരു വണ്ടിയാണിത്. സോ ഒന്നും പറയാനില്ല, എടുക്കണമെന്നുള്ള ആഗ്രഹത്തോടെ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നു.